ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് വെടുക്കാപ്പോൾ ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് ഇവർ പൊരി വെയിലത്ത് നടക്കണമെന്ന് എതിരുണ്ടല്ലോ. ഇങ്ങോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ മക്കളെ, പ്രകൃതി സുന്ദരമായൊരു സ്ഥലം. ഇത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ ഇറങ്ങിയതാണോ? അല്ല, ഞാൻ ഇവിടേക്കായിട്ട് വന്നത് തന്നെയാണ് കേട്ടോ. ഞാനൊരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അത് ഗുണനിലവാരം ഇല്ലതാണോ ഇല്ലാത്തതാണോ ഞാൻ ഉറപ്പുവരുത്തണമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഈ പുല്ല് എന്തിനാണ് ഇവിടെ വളർത്തണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോളിയും. ഞാൻ വന്ന സ്ഥലവും കണ്ടോളിയും. ഇതൊരു ഫാമാണ്. ഈ ഫാമിൽ ഒരുപാട് പശുക്കളുണ്ട്. ആ പശുക്കൾക്ക് പുല്ലും വെള്ളവും വൈക്കോലും കൊടുത്ത് പണ്ടത്തെ കാലത്ത് പൈക്കളെ നോക്കിയെങ്ങനെ അതേപോലെ നിലനിർത്തിക്കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഇപ്പോൾ ആധുനിക രീതി എന്ന് പറഞ്ഞ മാതിരി ഇവരെ തോത്തുനിന്ന് ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെയൊക്കെ നോക്കുകയാണെങ്കിൽ തടുക്ക് മടഞ്ഞിട്ടിരിക്കുന്നത്. അതേപോലെ ഫാനുണ്ട്. ഇതൊക്കെ സെറ്റപ്പ് ഒരുക്കിങ്ങാണ്ടാണ് കേട്ടോ ഈ ഫാം ഇവിടെ കൊണ്ടെടുക്കുന്നത്. ഇതിനൊക്കെ ഇവിടെ കുറേ പണിക്കാരുണ്ട് ഈ പുല്ല് വെട്ടിക്കൊണ്ടുവരാനും. ഒരു പജിനെ കുടിയിൽ വളർത്തിയാൽ എത്ര നോക്കേണ്ടി വരും നിങ്ങൾക്ക് അറിയില്ല. അതിനനുസരിച്ച് ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് കേട്ടോ. അവർക്ക് വേണ്ട എല്ലാവിധ പുല്ലും വൈക്കോലും എല്ലാ മരുന്നും എല്ലാം റെഡിയാക്കിങ്ങാണ്ടാണ് ഈ ഫാം ഇവിടെ പ്രവർത്തിച്ചത് കേട്ടോ. ഇവളിപ്പോൾ എന്താപ്പോൾ ഈ പൈക്കളെ തോത്തുകൂടി നടക്കണമെന്ന് നിങ്ങൾ കരുതണ്ട. തോത്തുകൂടി നടക്കണ വെറുതെ ഒന്നല്ല മക്കളെ. ഞാൻ ഇന്നലെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിനല്ലോ, ഒരു ഷോർട്ട് വീഡിയോയിൽ കുറച്ച് നെയ്യിൻ്റെ കാര്യം. ആ നെയ്യ് എവിടുന്ന് വരുന്നതെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതൊക്കെ ഈ പശുക്കളെ അവിടെയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിങ്ങാണ്ട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പശുക്കളെ പാലെടുക്കുന്നത് കേട്ടോ. ഈ പാലുകൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് മോരും തൈരും നെയ്യും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ നെയ്യാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പരിചയപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ പൊതുവെ ആൾക്കാരെല്ലാവരും പറയണ പോലെ തന്നെ നിങ്ങളും മനസ്സിലുണ്ടാവും, ഇവള് വല്ലാത്തൊരു മുതൽ തന്നെ കേട്ടോ. ഇവളിഞ്ഞിപ്പോൾ ഈ ഒരു കച്ചവടം തുടങ്ങുകയാണോന്ന്. അപ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ തന്നെയാണ് കേട്ടോ പറഞ്ഞു തന്നത്. പൊന്നു മളജി ഒരു മാക്സി ഒരു ലേഖം കൊണ്ട് തന്നെ നിൽക്കണ്ട, ഇജ്ജതീ കൂടി വായൻ്റെ അടിയിൽ കൂടി ചീര നടണ മാതിരി ഒരു എടിയിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സായിട്ട് വന്നോ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് കേട്ടോ. അത് ഗുണനിലവാരമുള്ള സാധനം കൊണ്ടുവരണം, അല്ലാത്ത ഇത് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സപ്പോർട്ടും ആ ഒരു വാക്കും കേട്ടിട്ടാണ് ഞാൻ വീണ്ടും അടുത്തതിന് വന്നത്. എല്ലാ സാധനവും ഞാൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നല്ല ഗുണനിലവാരമുള്ളതാണ് ഉറപ്പുവരുത്തിയിട്ടേ കൊണ്ടുള്ളൂ കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ നല്ല ശുദ്ധമായ രീതിയിൽ വിറകടുപ്പിൽ തയ്യാറാക്കുന്ന നെയ്യാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ. പിന്നെ ഇതുവരെ ഞാൻ നെയ്യ് ഉപയോഗിച്ചത് നമ്മളെ മിൽമൻ്റെ നെയ്യാണ്. അതും നല്ല കമ്പനി തന്നെയാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ നല്ലതാണെന്ന് തന്നെ പറയണുള്ളൂ. പക്ഷേ എന്താ അറിയുക, അതിനേക്കായും ഒന്നുകൂടി നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതിന് എന്തിനും ഒരു ഗുണനിലവാരം വേറെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇനി അടുത്ത ലേഹ്യം വരകണത് കേട്ടോ. നാടൻ കോഴി, നാടൻ നെയ്യ്, നാടനാട് എല്ലാം നാടനുണ്ടാക്കണീന് നാട്ടിലുണ്ടാക്കണീന് ഒരു വേറൊരു പുതുമയും വേറൊരു ഫ്രഷ്നെസ്സും വേറൊരു ഗുണനിലവാരം അതെന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു കെമിക്കലും കൂടാതെ ഉണ്ടാക്കണീന് അതിനൊരു മെച്ചം വേറെ തന്നെയാണല്ലോ. അങ്ങനെ സാധനമാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ നാടൻ നെയ്യ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകാണ്ട് അങ്ങനെ പോകണ്ടങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു കമൻറ്റ് ഇട്ടോളിയും ലൈക്കും അടിച്ചോളിയും. ഈ മാസം കൂടുതൽ ലൈക്കും കമൻറ്റും തന്നവർക്ക് ഒരു ആട്ടിലേഹം സമ്മാനമായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. 1/2 കിലോത്തിൻ്റെ ഒരു ആട്ടിലേഹം നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാമെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല ഇപ്പം എൻ്റെ പ്രൊഡക്റ്റ്. പിന്നെ ആ മാസം എനിക്ക് ലേഹം ഉണ്ടാക്കിയിട്ടില്ല, ആ സമ്മാനം കൊടുക്കേണ്ട ടൈമിൽ ലേഹ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ആ സമ്മാനം കൊടുക്കുന്ന ദിവസം തന്നെ ഞാൻ സാധനം അയക്കും. അപ്പോൾ അതിൽ ഞാനൊരു മാക്സിയേക്കാരട്ടോ ഉൾപ്പെടുത്തുക. ഒരു മാക്സിയോ ഒരു ലേഹ്യോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോക്ക് കമൻറ്റ് ഇടാൻ മറക്കണ്ട, ലൈക്ക് ഇടാൻ മറക്കണ്ട. ലൈക്കും കമൻറ്റും ഏറ്റവും കൂടുതൽ ആരാണോ ഓൽക്കാണ് കേട്ടോ സമ്മാനം. അപ്പോൾ ഇന്ന് മുതലുള്ള വീഡിയോക്ക് വേഗം ലൈക്ക് ഇട്ടോളിയും കമൻറ്റ് ഇട്ടോളി കേട്ടോ. കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ആളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, കമൻറ്റ് ടോപ്പർ ആരാണോ നോക്കട്ടെ. ഓർക്കാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. ഓർക്കൊരു സമ്മാനം ഞാനും തരണമല്ലോ. അപ്പോൾ ഓർക്കാണ് കേട്ടോ ഈ ഗിഫ്റ്റ്. ആട്ടിലേകം തിന്നിട്ടേ കമൻറ്റ് ഇടാനൊരു എനർജിയും പവറൊക്കെ വരട്ടെ കേട്ടോ. അപ്പം നമ്മൾ ആട്ടിലേകത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? അതിൽ തെങ്ങുംപൂക്കിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കഷായങ്ങൾ വരുന്നുണ്ട്, അതേപോലെ ഒരുപാട് മരുന്നുകൾ വരുന്നുണ്ട്. ഒരു 10, 60, 80ഓളം മരുന്നുകൾ വരുന്നുണ്ട്. അതേപോലെ നട്സുകൾ ഫുള്ള് വരുന്നുണ്ട്, ബദാം വരുന്നുണ്ട്, ഈത്തപ്പഴം വരുന്നുണ്ട്. അപ്പോൾ പ്രസവിച്ച് കിടക്കണവർക്കും അതേപോലെ തന്നെ പ്രസവിച്ചാത്തവർക്ക് കൊടുക്കണ്ട കേട്ടോ. ആ പ്രസവിച്ചാത്തവർക്ക് കൊടുക്കണ നട്സ് ലേഹ്യം ഉണ്ട് ഇവിടെ, കുട്ടികൾക്ക് കൊടുക്കുന്ന നട്സ് ലേഹ്യം ഉണ്ട്. അപ്പോൾ 2 പ്രൊഡക്റ്റാണുള്ളത്. നട്സ് ലേഹ്യം ഉണ്ട്, ആട്ടിലേഹ്യം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോളിയും.
ഒരു കെമിക്കലും ഇല്ലാതെ വീട്ടിൽ നമ്മളായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി മുളപ്പിച്ചാല ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നട്ട്സ് ലേഹ്യാണെങ്കിലും മറ്റേ ആട്ടിലേഹ്യാണെങ്കിലും ഓർഡർ അനുസരിച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സ് ലേഹ്യം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ആട്ടിലേഹ്യത്തിന് ഓർഡർ തരുന്നവർക്ക് നമ്മൾ വീണ്ടും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ഈ ആടിലേഹ്യത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോളും. ഈ ശുദ്ധമായ നാടൻ നെയ്യിലാണ് നമ്മളെ ലേഹ്യം ഉണ്ടാക്കുന്നത്. അതും തന്നെ എല്ലാവിധ മരുന്നുകളും ചേർത്ത് ഒരു ആട്ടിലേഹ്യം തിന്നാൽ എന്തൊക്കെ ഗുണമുണ്ടോ ആ ഗുണങ്ങളൊക്കെ നമ്മൾ ആട്ടിലേഹ്യം തിന്നാണ്ടാവും കേട്ടോ. ഒരു ശരീരത്തിനൊരു പവർ, നാഡീ നരമ്പുകൾക്കൊരു പവർ, ബലം കിട്ടുക, അതേപോലെ തന്നെ കാലിനും കജിനുമില്ല വേദനക്കൊരു കുറവ് കിട്ടും. അതേപോലെ പുരുഷന്മാർക്ക് ദാമ്പത്യത്തിലൊക്കെ ഒരു പവർ കിട്ടുക, ശരീരത്തിൽ എല്ലാവിധ ക്ഷീണം മാറാനും ഉണർവ് കിട്ടാനും ഒക്കെ പറ്റും കേട്ടോ. പ്രസവിച്ച് കിടക്കണവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഓർഡർ ആക്കിക്കോളിയും. ഈ ഒരു പെറ്റ് കിടക്കുമ്പോഴുള്ളൂ നമ്മൾ എന്തെങ്കിലും തിന്നുക, നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തിന്നെങ്കിലുള്ളൂ അത്. പിന്നെ 40 കഴിഞ്ഞ് 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാന്നിടും, അത് തിന്നലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അത് നമ്മളെ തടിമക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിന്നെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് ഉണ്ടാകുക. ഒരു 30-35 വയസ്സ് കഴിഞ്ഞാലൊക്കെ നമ്മളെ ശരീരത്തിൽ പിന്നെ കുറേ വിറ്റാമിൻ്റെ അളവുകൾ കുറവുണ്ടാവും. അതേപോലെ തന്നെ നമുക്കൊരു എനർജി കുറവുണ്ടാവും. പിന്നെ വിറ്റാമിൻ്റെ കുറവുകളും എല്ലിൻ്റെ ബലം കുറവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടങ്ങിയ ഒരു സാധനം 1-2 സ്പൂൺ ഡെയിലി 2 സ്പൂണൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തൊക്കെ അതിനനുസരിച്ചുള്ളൊരു പവർ കിട്ടുന്നുണ്ട് കേട്ടോ. വയസ്സാകണോടത്തോളം കണ്ടിട്ടില്ലേ കാലിനൊക്കെ ഒരു ബലം കുറവ്, എല്ലുകൾക്കൊരു ബലം കുറവ്, വീണാൽ വേഗം എല്ല് പൊട്ടും. അപ്പോൾ എല്ല് പൊട്ടാതിരിക്കാനുള്ള സാധനം എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ധാന്യങ്ങൾ ഇതിൽ നല്ലോണം വരുന്നുണ്ട്, മുതിര വരുന്നുണ്ട്, അതേപോലെ തന്നെ ചാമ, എള്ള്, അതേപോലെ പിന്നെ രായി മുളപ്പിച്ചത്, സൂചിക്കോതമ്പം, അതേപോലെ തേന, ചാമ, ഇതൊന്നും നമ്മൾ ഒറ്റക്കായിട്ട് തിന്നൂലല്ലോ. ആ ഒരു സാധനം നമ്മൾ ഇതൊക്കെ കൂട്ടിങ്ങാണ്ട് ലേഹ്യാക്കി തിന്നുമ്പോഴുള്ളല്ലോ നമ്മുടെ ശരീരത്തേക്ക് ഉണ്ടാകുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെല്ലിക്ക, താണിക്ക, ജാതിക്ക, അതേപോലെ മറ്റേ ബ്രഹ്മി, ശതാവരി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ആ ശംഖുപുഷ്പം അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് നമ്മളെ കുട്ടികൾക്കെല്ലാം ലേഹ്യം ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ സുന്നത്തല്യാണം കഴിച്ചവരും അതേമാതിരി വയസ്സറിയിച്ചവരും പിന്നെ 10, 13, 14 വയസ്സായ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഒട്ടി ഉണങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. അവർക്കൊക്കെ തടി കൂടും എന്നല്ല പറഞ്ഞത്, അവർക്കൊക്കെ ഒരു രക്തോട്ടം വന്ന് ചൊരിനീരും വന്ന് ഒരു നല്ലൊരു ചുറുചുറുക്കോടെ ഒരു ആരോഗ്യത്തോടെയുള്ള ശരീരം ഉണ്ടാവും. അപ്പോൾ അതിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോളിട്ടോ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കണ നാടൻ നെയ്യ് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നാടൻ നെയ്യ് ഒരു കെമിക്കലും കൂടാതെ, ഇതിൻ്റെ പ്രൊഡക്റ്റൊക്കെ അങ്ങനെയാണ്, ഒരു കെമിക്കലും ഇല്ലാതെ സാധാ ഒരു വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ അത് അരിച്ച് വൃത്തിയാക്കിങ്ങാണ്ട് നിങ്ങളെ കൈകൾക്ക് പോസ്റ്റ്മാൻ്റെ കൈ കൊണ്ട് വീട്ടിൽ എത്തിച്ചുള്ള രീതിയിൽ തന്നെ നമ്മൾ കൊറിയർ കേട്ടോ. അപ്പോൾ ഓർക്ക് നമ്മൾ കൊറിയർ ഓഫീസ്ക്ക് വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരും കേട്ടോ. വീട്ടിൽ ആളില്ലാത്തവർക്ക് അതേപോലെ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടു തരികയാണെങ്കിൽ ഏറ്റവും സുഖമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അയക്കണത് കേട്ടോ. അപ്പോൾ ഈ ഫാമില്ല ആളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. ഈ ഫാമില്ല ആൾ നമ്മൾ പാണ്ടിക്കാട് VTSൻ്റെ ഓണറാണ് കേട്ടോ. ഇവർ ചെറുപ്പം മുതലേ നമ്മളെ ബന്ധത്തിലുള്ള ആൾ തന്നെയാണ്, ചെറുപ്പത്തിലേ നമുക്ക് അറിയാം. ഇവർ കുറേ മുമ്പ് തന്നെ മൃഗങ്ങളായിട്ടൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. കുതിരനെ വരെ വളർത്തുന്നുണ്ട് കേട്ടോ, അതിപ്പോഴും ഉണ്ട്, തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറേ ഒരു അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, കൃഷി വകുപ്പെന്നും അങ്ങനെയൊക്കെ കിട്ടിയ അവാർഡുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, കണ്ടോളി. ചില ആൾക്കാർ പറയും വീട്ടിൽ ആളുണ്ടാവില്ല, അപ്പോൾ കൊറിയർ ഓഫീസ്ക്ക് തന്നാൽ മതി, കൊറിയർ ഓഫീസിൽ സാധനം വന്ന് നമ്മളെ വിളിക്കുമല്ലോ, അപ്പോൾ ഞങ്ങൾ പോയി മേടിച്ചോളാന്ന് പറയുന്നത് കേട്ടോ. തുടർന്നും അബീബ് കാക്കൂന് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.